എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രസഞ്ചാരി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ചോറ്റാനിക്കര അമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഇവിടുത്തെ ഭഗവതിയായ മഹാലക്ഷ്മിയെ മഹാവിഷ്ണുവിനൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ശ്രീ ഭഗവതിയെ ഇവിടെ ആരാധിക്കുന്നു. മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ കാരണത്താലാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ചൊല്ലപ്പെടുന്നത്. പ്രധാന പ്രതിഷ്ഠ മഹാലക്ഷ്മിയാണെങ്കിലും ഭഗവതിയെ 3 ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധിക്കുക. വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ മഹാസരസ്വതിയായി പ്രഭാതത്തിലും, ചുവന്ന വസ്ത്രത്തിൽ ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും, നീല വസ്ത്രത്തിൽ പൊതിഞ്ഞ ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു. മഹാദേവ സാന്നിധ്യം ഉള്ളതിനാൽ പാർവതിയായും സങ്കല്പിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ പ്രധാന ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കരയമ്മ ആദിപരാശക്തി എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. ധർമ്മശാസ്താവിന് ഈ ക്ഷേത്രത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു. മാനസിക രോഗങ്ങളും സ്വഭാവദൂഷ്യങ്ങളും മാറാരോഗങ്ങളും തീരാത്ത ദുരിതങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കുമെന്നാണ് വിശ്വാസം. തന്മൂലം നിരവധി മാനസിക തകർച്ച നേരിടുന്നവരും മറ്റു പ്രശ്നങ്ങളുള്ളവരും ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട്. 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര. ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരള ക്ഷേത്രമാണ് ചോറ്റാനിക്കര. ചോറ്റാനിക്കരയിൽ മേൽക്കാവ്, കീഴ്ക്കാവ് എന്നിങ്ങനെ 2 ക്ഷേത്രങ്ങളാണുള്ളത്. മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം. കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിന്റെ താഴെയായി സ്ഥിതി ചെയ്യുന്നു. പരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ. ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടത്താറുള്ളത്. ശിവൻ, ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ഇവരിൽ ശാസ്താവിന് ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു. ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ശാസ്താവിനിവിടെ. അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടെ ധാരാളമായി സന്ദർശിച്ചു കാണുന്നു. കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 9 ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം, പൂരം, തൊഴലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്നിവയും ഇവിടെ വിശേഷ ദിവസങ്ങളാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം. ക്ഷേത്ര ഐതിഹ്യം അതിങ്ങനെയാണ്, കേട്ടോളൂ. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാദേവതയായ സരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലും ഇല്ല എന്നതിൽ അത്യധികം ദുഃഖിച്ച അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യ പ്രയോക്താവായിരുന്ന ആദിശങ്കരാചാര്യർ ദേവി പ്രീതിക്കായി കുടജാദ്രിയിൽ പോയി തപസ്സിരുന്നു. ഏറെക്കാലത്തെ കഠിന തപസ്സിനൊടുവിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായ സരസ്വതി ദേവിയോട് അദ്ദേഹം തന്റെ ആഗ്രഹം ഉണർത്തിച്ചു. തന്റെ വാസസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വിട്ടുപോകാൻ ദേവി ആദ്യം വിസമ്മതിച്ചെങ്കിലും ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിൽ ഒടുവിൽ ദേവി പ്രസാദിച്ചു. പക്ഷെ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നും അപ്പോൾ താൻ അപ്രത്യക്ഷയാകുമെന്നുള്ളൊരു നിബന്ധനയും ദേവി അദ്ദേഹത്തിന് മുന്നിൽ വച്ചു. ഈ നിബന്ധന അനുസരിച്ച് ദേവി ശങ്കരാചാര്യരെ അനുഗമിച്ചു. യാത്രാവേളയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലച്ച കേൾക്കാതായി. നിബന്ധന മറന്ന് ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി വിഗ്രഹമായത് കണ്ടു. ഏറെ വിഷമിച്ച ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി. ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും അറിയിച്ചു. ദുഃഖിതനായ ശങ്കരാചാര്യർ തന്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ കുടികൊള്ളണമെന്നും അവിടെ നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞ് കൊല്ലൂരിലെത്താൻ പാടുള്ളൂവെന്നും ദേവിയോട് അഭ്യർത്ഥിച്ചു. ഈ ഐതിഹ്യത്തിന് ഉപോദ്ബലകമായി ഇന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്കാണ് നട തുറക്കുന്നത്. ചോറ്റാനിക്കരയിൽ 4 മണിക്ക് നട തുറന്ന് നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബിക ദേവിയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കര എന്ന സ്ഥലത്തിന് പേര് വന്നു. പിന്നീടത് ലോപിച്ചാണ് ചോറ്റാനിക്കരയായതെന്ന് പറയപ്പെടുന്നു. ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം കൊടുങ്കാടായിരുന്നു. ആദിവാസികളായ മലയരയന്മാർ ഇവിടെ സ്ഥിരതാമസം ഉറപ്പിച്ചിരുന്നു. മൃഗങ്ങളെ വേട്ടയാടിയും കായികനികൾ പറിച്ചും ജീവിതവൃത്തി കഴിച്ചിരുന്ന ഇവർ തങ്ങളുടേതായ രീതിയിൽ പരാശക്തിയെ ആരാധിച്ചു വന്നിരുന്നു. ഈ കഥ നടക്കുന്ന കാലത്ത് അവരുടെ നേതാവായി കണ്ണപ്പൻ എന്നൊരാളുണ്ടായിരുന്നു. അതിദുഷ്ടനും ക്രൂരനുമായിരുന്ന കണ്ണപ്പന്റെ വിനോദം അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതായിരുന്നു. മാത്രവുമല്ല അവയിൽ ഏറ്റവും ലക്ഷണമൊത്ത ഒന്നിനെ അയാൾ മലങ്കാളിക്ക് ബലി കൊടുക്കുകയും അതിന്റെ മാംസം അനുചരന്മാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യും. കഥ നടക്കുന്ന കാലമായപ്പോഴേക്കും കണ്ണപ്പന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞിരുന്നു. അയാൾക്ക് അപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഒരു മകളെ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ.
അവളെ അയാൾ മനസ്സ് തുറന്ന് സ്നേഹിക്കുകയും ചെയ്തു. തന്റെ അച്ഛൻ നടത്തുന്ന മൃഗബലിയെ മനസ്സുകൊണ്ട് എതിർത്തിരുന്നെങ്കിലും ഉഗ്രപ്രതാപിയായ അച്ഛനോട് അതിനെപ്പറ്റി സംസാരിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇവരുടെ കുടിലേക്ക് ഒരു പശു കടന്നു വന്നു. അതീവ തേജോമയായിരുന്ന അതിന്റെ മുഖം ഈ പശുവിനെ കാണാനിടയായ കണ്ണപ്പന്റെ മകൾ അതിനെ സ്വന്തമാക്കി വളർത്താൻ തുടങ്ങി. തന്റെ പതിവ് തെറ്റിച്ച കണ്ണപ്പനും അതിനോട് സ്നേഹം കാണിച്ചു തുടങ്ങി. ഈ സംഭവം കണ്ണപ്പന്റെ അനുചരന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു. എന്നാൽ അവർക്കൊന്നും പറയാനാകുമായിരുന്നില്ല. അങ്ങനെ കാലം കുറച്ച് കടന്നുപോയപ്പോൾ കണ്ണപ്പന് നാട്ടിൽ പശുക്കളെ കിട്ടാതായി തുടങ്ങി. ഗത്യന്തരമില്ലാതെ അയാൾ തന്റെ മകൾ വളർത്തുന്ന പശുവിനെ തന്നെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ സംഭവം അറിഞ്ഞ മകൾ ഓടി വന്ന് പശുവിനെ ബലി കൊടുക്കരുതെന്നും പകരം തന്നെ ബലി കൊടുത്താൽ മതിയെന്നും പറയുകയുണ്ടായി. ആർത്തലച്ചു വന്ന മകളുടെ വാക്കുകൾ കണ്ണപ്പനെ മാറ്റി ചിന്തിപ്പിക്കുകയും അയാൾ അതോടെ മൃഗബലി നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്നുള്ള കാലം അയാൾ കായികനികൾ തേടലും പശുവിനെ വളർത്തലുമായി സമയം ചെലവഴിച്ചു. എങ്കിലും മുമ്പ് ചെയ്ത പാപത്തിന്റെ ഫലം അയാൾ അനുഭവിക്കാതിരുന്നില്ല. ഒരു ദിവസം അയാളുടെ മകൾ അകാല ചരമം പ്രാപിച്ചു. ഈ സംഭവം അയാളെ ഏറെ വേദനിപ്പിച്ചെങ്കിലും മകളുടെ പശുവിനെ വളർത്തി അയാൾ ശിഷ്ടകാലം ചെലവഴിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി കണ്ണപ്പൻ അതിവിചിത്രമായൊരു സ്വപ്നം കാണാനിടയായി. തന്റെ തൊഴുത്തിൽ പശു ഒരു കല്ലായി കിടക്കുന്നു. അടുത്തു തന്നെ മറ്റൊരു കല്ലുമുണ്ട്. അവയ്ക്കടുത്തായി ഒരു ദിവ്യ സന്യാസി നാമജപങ്ങളോട് നിൽക്കുന്നു. ഇത്രയുമായിരുന്നു സ്വപ്നം. പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമായതായി കണ്ടു. കാര്യം എന്തെന്ന് മനസ്സിലാകാതെ കണ്ണപ്പൻ നിലവിളിച്ചു. അപ്പോൾ അവിടെ വന്ന ദിവ്യ സന്യാസി കണ്ണപ്പനോട് ഇപ്രകാരം പറഞ്ഞു: കണ്ണപ്പ, നീയൊരു പുണ്യപുരുഷനാണ്. സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഇത്രയും കാലം നിന്നോടൊപ്പം പശുവായി ജീവിച്ചു പോകുന്നത്. അടുത്ത് മറ്റൊരു ശില നോക്കൂ, അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. നിത്യവും നീ ഇവിടെ ആരാധന നടത്തുക. കാലാന്തരത്തിൽ ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരും. അന്ന് നിന്റെ ഈ ജന്മത്തിലെ പുണ്യം കാരണം വീണ്ടും ഇവിടെ വരാനിടയാകും. ഇത്രയും പറഞ്ഞ ശേഷം ആ ദിവ്യ സന്യാസി അപ്രത്യക്ഷനായി. അദ്ദേഹം വേദവ്യാസ മഹർഷിയുടെ പിതാവും ഹോരശാസ്ത്രത്തിന്റെ പിതാവുമായ പരാശര മഹർഷിയുമാണെന്ന് വിശ്വസിച്ചു വരുന്നു. വിവരം മനസ്സിലാക്കിയ കണ്ണപ്പൻ അനുചരന്മാർക്കൊപ്പം തൊഴുത്ത് വൃത്തിയാക്കുകയും ആരാധന തുടങ്ങുകയും ചെയ്തു. തുടർന്നുള്ള കാലം മുഴുവൻ അവർ ഭക്തി പുരസ്കരം പൂജകൾ നടത്തിപ്പോന്നു. ഒടുവിൽ അവരുടെ ഭക്തിയിൽ സംപ്രീതരായ ലക്ഷ്മി നാരായണന്മാർ അവർക്ക് ദർശനം നൽകുകയും കാലാന്തരത്തിൽ അവിടെ തങ്ങളുടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരുമെന്നും അരുൾ ചെയ്യുകയും ചെയ്തു. കാലം കുറേ കടന്നുപോയി. അതിനിടയിൽ കണ്ണപ്പനും അനുചരന്മാരും കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞു. അവർ പൂജിച്ചിരുന്ന ലക്ഷ്മി നാരായണ ചൈതന്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാട് പിടിച്ചു കിടന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിൽ പുതിയ മനുഷ്യ വിഭാഗങ്ങൾ താമസമാക്കുകയും അവർ പുതിയ ജീവിതക്രമം ചിട്ടപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവിടെ പുല്ല് ചെത്താനായി കുറച്ച് സ്ത്രീകൾ വന്നു. അവരുടെ സംഘത്തിലെ ഒരുവൾ തന്റെ അരിവാളിന് മൂർച്ച കൂട്ടാനായി അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടായി. ഈ കാഴ്ച കണ്ട് അവൾ ഭയന്ന് നിലവിളിച്ചു. ഉടനെ തന്നെ സംഘത്തിലെ മറ്റുള്ളവർ അവിടുത്തെ നാട്ടുപ്രമാണിയും താന്ത്രികാചാര്യനുമായിരുന്ന എടാട്ട് നമ്പൂതിരിയെ ഈ വിവരം അറിയിച്ചു. അദ്ദേഹം ഉടനെ തന്നെ മറ്റു പ്രമാണിമാർക്കും ഒപ്പം എത്തി. ഒരു ജോത്സ്യർ കൂടിയായിരുന്ന എടാട്ട് നമ്പൂതിരി പ്രശ്നം വച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ തന്നെയാണ് അവയെന്ന് കണ്ടെത്തി. നമ്പൂതിരി ഉടനെ തന്നെ ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ച് ഇതുമൂലം ഇന്നും രാവിലത്തെ നിവേദ്യം ചിരട്ടയിലാണ് ഇവിടെ നൽകുന്നത്. അങ്ങനെ പഞ്ചപ്രകാരങ്ങളോടുകൂടി ഒരു മഹാക്ഷേത്രം ഇവിടെ ഉയർന്നു വന്നു. 9 ഇല്ലക്കാർ അത് സംയുക്തമായി അതിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തു. എടാട്ട് നമ്പൂതിരിയായിരുന്നു ശാന്തിക്കാരൻ. ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. ഇന്ന് ചോറ്റാനിക്കര അമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കണ്ണപ്പന്റെ കുടിൽ നിന്നിരുന്ന സ്ഥലം. കണ്ണപ്പന്റെ തൊഴുത്ത് നിന്നിരുന്ന സ്ഥലമാണ് നാലമ്പലത്തിന് പുറത്തുള്ള തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴമല്ലിത്തറ. ആദ്യമായി ദേവി കുടികൊണ്ട ഭാഗഭാഗത്തിനാൽ ഇവിടെ ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ കുടികൊണ്ട കാലാന്തരത്തിൽ വടക്കോട്ട് മാറുകയായിരുന്നുവെന്നാണ് കഥ. കണ്ണപ്പന്റെ ഗുരുതിത്തറയായിരുന്നു ഇന്നത്തെ കീഴ്ക്കാവ് ക്ഷേത്രം. ഇവിടെ ഗുരുതി പൂജ നടത്തുന്നത് ഈ ഒരു സങ്കല്പം കൂടി വെച്ചിട്ടാണ്. ചോറ്റാനിക്കരയ്ക്കടുത്തുള്ള കണ്ടാരപ്പള്ളി ഇല്ലത്തെ കാരണവരായിരുന്ന ഗുപ്തൻ നമ്പൂതിരി വേദപണ്ഡിതനും മഹാമാന്ത്രികനുമായിരുന്നെങ്കിലും കടുത്ത സ്ത്രീലമ്പടനായിരുന്നു. അദ്ദേഹം ഒരു കഥകളി ഭ്രാന്തൻ കൂടിയായിരുന്നു. ഗുപ്തൻ നമ്പൂതിരി ഒരു ദിവസം വൈകിട്ട് അടുത്തുള്ള തൃപ്പൂണിത്തുറയിൽ കഥകളി കാണാൻ പോവുകയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യധികം ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകേണ്ടിയിരുന്നത്. അതിനാൽ ചൂട്ട് കത്തിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടത്. പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കോശാപ്പള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവീ മഹാത്മ്യം കൊടുക്കാനുമുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് തിരക്കിട്ട് പുറപ്പെടേണ്ടി വന്നു. അന്ന് പൗർണമിയായിരുന്നു. നടന്ന് ക്ഷീണം തോന്നിയ അദ്ദേഹം ഒരു പാലമരം കണ്ടപ്പോൾ അതിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനും വെറ്റില മുറുക്കാനും തീരുമാനിച്ചു. പെട്ടെന്ന് എവിടെ നിന്നോ പാലപ്പൂവിന്റെ മണം ഒഴുകി വരാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നതായി ഗുപ്തൻ നമ്പൂതിരിക്ക് തോന്നുകയും ചെയ്തു. മുമ്പിൽ വന്ന സ്ത്രീ താൻ
വൈന്തലക്കോട്ട് വാര്യത്തെ കാമാക്ഷി വാരസ്യാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. പിന്നീട് ഇരുവരും ഒന്നിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞു ഒരുപാട് ദൂരം നടന്നു. അങ്ങനെ ഗുപ്തൻ നമ്പൂതിരിയും കാമാക്ഷി വാരസ്യാരും നടന്ന് കോശാപ്പള്ളി മനയുടെ മുന്നിലെത്തി. മഹാമാന്ത്രികനായ കോശാപ്പള്ളി നമ്പൂതിരി ശിഷ്യന്റെ വരവും കാത്ത് പൂമുഖത്തുണ്ടായിരുന്നു. ഗുപ്തൻ നമ്പൂതിരി ഉടനെ തന്നെ അകത്തുപോയി ഗുരുനാഥനെ വണങ്ങി കൈവശമുണ്ടായിരുന്ന ദേവീ മഹാത്മ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഗ്രന്ഥം കൊടുത്തതിന് പിന്നാലെ കോശാപ്പള്ളി നമ്പൂതിരി ശിഷ്യനോട് ഒരു കാര്യം പറഞ്ഞു. വാരസ്യരുടെ വേഷത്തിൽ കൂടെ വന്നിരിക്കുന്നത് രക്ഷിയാണ്. ദേവീ മഹാത്മ്യ ഗ്രന്ഥം കൈവശമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും നേരം രക്ഷയുടെ ഉപദ്രവം ഇല്ലാതിരുന്നത്. തുടർന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ ഭീകരരൂപത്തിൽ ലക്ഷ്യം മുന്നിൽ നിൽക്കുന്നത് ഗുപ്തൻ നമ്പൂതിരി കണ്ടു. ഏറെ ഭയപ്പെട്ട അദ്ദേഹം ഗുരുവിന്റെ കാലിൽ വീണ് കരഞ്ഞു. കോശാപ്പള്ളി നമ്പൂതിരി തന്റെ കൈവശമുണ്ടായിരുന്ന 12 മാന്ത്രിക കല്ലുകൾ ശിഷ്യന് സമ്മാനിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു: ഇനി സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയ്ക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാകൂ. നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക. കഥകളി കാണാൻ പോകണ്ട. അതിന് ശ്രമിച്ചാൽ യക്ഷി നിന്നെ കൊല്ലും. യക്ഷി അടുത്തെത്തുമ്പോൾ ഈ കല്ലുകൾ എടുത്ത് പുറകിലേക്ക് എറിയുക. അപ്പോൾ യക്ഷി സ്ഥലം വിടും. തുടർന്ന് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഓടാൻ തുടങ്ങി. പിന്നാലെ യക്ഷിയുമുണ്ട്. കല്ലുകൾ 12 ചോറ്റാനിക്കലിൽ എത്തും മുമ്പേ തീർന്നു. യക്ഷി തന്നെ വധിക്കുമെന്ന് തോന്നിച്ച ഗുപ്തൻ നമ്പൂതിരി ഉടനെ വഴിയിൽ കണ്ട മറ്റൊരു മാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിയോട് കാര്യം പറഞ്ഞു. മനസ്സലിഞ്ഞ പള്ളിപ്പുറത്ത് നമ്പൂതിരി തന്റെ കയ്യിലുള്ള വിഴുപ്പ് തോർത്ത് ഗുപ്തൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു. ഓട്ടം തുടർന്നു. അധികം കഴിയും മുമ്പ് തന്നെ ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെത്തി. അപ്പോൾ സമയം 7:30 വെളുപ്പ് കഴിഞ്ഞിരുന്നു. ക്ഷേത്ര നട തുറന്നിരുന്നു. നിർമാല്യവും അഭിഷേകവും മലർനിവേദ്യവും കഴിഞ്ഞ സമയമായിരുന്നു അത്. കൈവശമുണ്ടായിരുന്ന വിഴുപ്പ് തോർത്ത് പുറത്തെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ നോക്കിയ ഗുപ്തൻ നമ്പൂതിരിയെ യക്ഷി പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ശ്രീലകത്ത് നിന്ന് ചോറ്റാനിക്കരയമ്മ കാളി രൂപത്തിൽ ഇറങ്ങി വന്ന് തന്റെ പള്ളിവാളെടുത്ത് യക്ഷിയുടെ തല വെട്ടി. തല തെക്കേ കുളത്തിലേക്ക് എറിഞ്ഞു. ആ കുളം ഇന്നും രക്തക്കുളം എന്നറിയപ്പെടുന്നു. ദേവിയുടെ ഉടയാടയിൽ ചോരപ്പാടുകൾ കണ്ട അന്നത്തെ മേൽശാന്തി അയനിക്കാട്ട് നരസിംഹൻ നമ്പൂതിരി ഉടയാട മാറ്റി വീണ്ടും അഭിഷേകം നടത്തി. ഇതിന്റെ സ്മരണയ്ക്ക് ഇന്നും ചോറ്റാനിക്കരയിൽ രാവിലെ അഭിഷേകം നിവേദ്യവും കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നു. ദേവിയുടെ കൈകൊണ്ട് മോക്ഷം കിട്ടിയ യക്ഷിയെ ക്ഷേത്രത്തിൽ കുടിയിരുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷമാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസം നടക്കുന്ന മകം തൊഴൽ. ഈ ചടങ്ങ് തുടങ്ങാൻ കാരണമായ ഒരു കഥയുണ്ട്. ഇതേ കഥ തന്നെയാണ് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് താഴ്ചയിൽ കാണപ്പെടുന്ന കീഴ്ക്കാവ് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനും കാരണം. അതിങ്ങനെയാണ്: ഒരിക്കൽ പരമഭാഗവതനായ വില്ലുമംഗലം സ്വാമിയാർ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം കേട്ടറിഞ്ഞ് ഇവിടെ വരാനിടയായി. കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസമാണ് അദ്ദേഹം ചോറ്റാനിക്കരയിൽ എത്തിയത്. ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് കാലിൽ എന്തോ തടയുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് അതെടുത്തു നോക്കിയപ്പോൾ അതൊരു കാളി വിഗ്രഹമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തുടർന്ന് അദ്ദേഹവും ശിഷ്യഗണങ്ങളും കൂടി വിഗ്രഹം കുളത്തിന്റെ കിഴക്കേ കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം പിറവിയെടുത്തത്. ഐതിഹ്യമനുസരിച്ച് വില്ലുമംഗലം സ്വാമിയാർ കണ്ണപ്പന്റെ പുനർജന്മമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ കണ്ണപ്പന്റെ അനുചരന്മാരും. മുജ്ജന്മത്തിലെ പുണ്യമാണത്രേ അവരെ ഇവിടെ എത്തിച്ചത്. തുടർന്ന് മേൽക്കാവിലേക്ക് നോക്കിയ സ്വാമിയാർ കണ്ടത് അത്ഭുതകരമായൊരു ദൃശ്യമാണ്. സാക്ഷാൽ മഹാലക്ഷ്മിയായ ചോറ്റാനിക്കരയമ്മ ശ്രീനാരായണ സമേതയായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സ്വാമിയാർ ദേവീപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഈ സംഭവം ഉണ്ടായത് കുംഭമാസത്തിൽ മകം നാളിൽ ഉച്ച തിരിഞ്ഞ് 2 മണിക്ക് മിഥുനം ലഗ്നത്തിലാണ്. ഈ സമയത്താണ് ഇന്നും മകം തൊഴൽ ദർശനം നടത്തി വരുന്നത്. സർവാഭരണ വിഭൂഷിതയായ ശംഖചക്ര വരദാഭയങ്ങളോടെ ദർശനം നൽകുന്ന ചോറ്റാനിക്കര അമ്മയെ തൊഴുത് നിരവധി ഭക്തർ മുക്തിയെടുക്കുന്നു. ആഗ്രഹ സാഫല്യത്തിനായുള്ള വഴിപാടാണ് ഭക്തർ മകം തൊഴൽ നടത്തുന്നത്. മകം തൊഴലിന്റെ പിറ്റേ ദിവസം വരുന്ന പൂരം തൊഴലും പ്രധാനമാണ്. മകം തൊഴൽ സ്ത്രീകൾക്കും പൂരം തൊഴൽ പുരുഷന്മാർക്കും അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് ക്ഷേത്ര പരിസരം ഒന്ന് പരിചയപ്പെടാം. ചോറ്റാനിക്കര ഗ്രാമത്തിന്റെ ഒത്ത നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഗവൺമെന്റ് സ്കൂൾ, ബസ് സ്റ്റാൻഡ്, വിവിധ കടകമ്പോളങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവയെല്ലാം ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്നു. ചോറ്റാനിക്കര ക്ഷേത്രം എന്ന പേരിൽ സാധാരണയായി അറിയപ്പെടുന്ന മേൽക്കാവ് ക്ഷേത്രമാണ്. 2 ഏക്കറോളം വിസ്തീർണം വരുന്ന മതിലകത്തോടു കൂടിയ ഈ ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കോട്ടാണ്. എന്നാൽ ആ ഭാഗത്ത് റോഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. പടിഞ്ഞാറേ നടയിലാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം. പടിഞ്ഞാറേ നടയിൽ തെക്കേ വരിയിലാണ് ദേവസ്വം ഓഫീസുകളും ചെരുപ്പ് കൗണ്ടറുകളും ഉള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രമായ ചോറ്റാനിക്കര അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഗ്രേഡ് ദേവസ്വമാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് ക്ഷേത്രാധികാരം. അകത്ത് കടന്നാൽ പടിഞ്ഞാറേ നടയിൽ വിശേഷമൊന്നും കാണേണ്ടതില്ല. കിഴക്കേ നടയിൽ വലിയ ആനക്കുട്ടിൽ പണിതിട്ടുണ്ട്. ഏകദേശം 4-5 ആനകളെ അണിനിരത്തി എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഈ ആനക്കുട്ടിലുണ്ട്.
ക്ഷേത്രത്തിന്റെ ചോറൂണ്, തുലാഭാരം, ഭജന തുടങ്ങിയവ നടത്തുന്നതും ഇവിടെയാണ്. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആനക്കൊട്ടിൽ 2013 പൊളിച്ചു മാറ്റിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ പണിത്. ഇതിനപ്പുറത്താണ് ദേവീ വാഹനമായ സിംഹത്തെ ശിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരം നിലകൊള്ളുന്നത്. 200 അടി ഉയരം വരുന്ന ഈ കൊടിമരം ദൂരെ നിന്ന് വരുന്ന ഭക്തർക്ക് പോലും കാണാൻ കഴിയുന്നതാണ്. കൊടിമരത്തിനപ്പുറം ബലിക്കൽപുര സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അധികം പൊക്കമുള്ള ബലിക്കലല്ല ഇവിടെ ഉള്ളത്. അതിനാൽ ആനക്കൊട്ടിലിൽ നിന്ന് നോക്കിയാൽ തന്നെ വിഗ്രഹം കാണാം. മേൽക്കാവിലെ പ്രദക്ഷിണ വഴി കരിങ്കല്ല് പാകിയിട്ടുണ്ട്. ഇതിന്റെ മുകളിലൂടെ ശ്രീവേലിപ്പുരയും കാണാം. തെക്കു ഭാഗത്താണ് ശ്രീമൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മഹാലക്ഷ്മി ആദ്യമായി കുടിയിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നത്. ഐതിഹ്യപ്രകാരം കണ്ണപ്പന്റെ തൊഴുത്തും കാവുമായിരുന്ന സ്ഥലമാണ് ശ്രീമൂലസ്ഥാനം. ഇവിടെ ഒരു പവിഴമല്ലി മരമുണ്ട്. അതിനാൽ ഇവിടം പവിഴമല്ലിത്തറ എന്നറിയപ്പെടുന്നു. ഇവിടെ തൊഴുതു വേണം ദേവിയെ തൊഴാൻ എന്നാണ് ആചാരം. നാരായണനോടൊപ്പം മഹാലക്ഷ്മിയെ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണ് എന്ന സങ്കല്പവും ഉണ്ട്. അതിനാൽ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ദാരിദ്ര്യവും സാമ്പത്തിക പ്രശ്നങ്ങളും ശമിപ്പിക്കും എന്നാണ് വിശ്വാസം. നവരാത്രി കാലത്ത് പവിഴമല്ലിത്തറയിൽ നടക്കുന്ന ചെണ്ടമേളം പ്രസിദ്ധമാണ്. ശ്രീമൂലസ്ഥാനത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശിവനും ഗണപതിയും സാന്നിധ്യമരുളുന്നു. 1.5 അടി ഉയരം വരുന്ന ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. ശിവന്റെ ശ്രീകോവിലിനോട് ചേർന്ന് പണിതിട്ടുള്ള ഒരു കൊച്ചുമുറിയിലാണ് ഗണപതി വിഗ്രഹമുള്ളത്. അതിനാൽ ഈ ഭാവം ഒക്കത്ത് ഗണപതി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1/2 അടി മാത്രമാണ് ഗണപതി വിഗ്രഹത്തിന്റെ ഉയരം. ഇതിൽ വെള്ളി ഗോളക ചാർത്തിയിട്ടുണ്ട്. ശിവന്റെ ശ്രീകോവിലിന് തൊട്ടടുത്തുള്ള മേൽക്കൂരയില്ലാത്ത തറയിൽ നാഗദൈവങ്ങളുടെയും യക്ഷിയുടെയും പ്രതിഷ്ഠകൾ കാണാം. ആദി ദ്രാവിഡ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളായാണ് നാഗദൈവങ്ങളെയും യക്ഷിയെയും കണ്ടുവരാറുള്ളത്. ഈ യക്ഷി ഗുപ്തൻ നമ്പൂതിരിയെ ആക്രമിച്ച യക്ഷി തന്നെയാണെന്ന് വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്ത് മതിൽക്കെട്ടിന് പുറത്തായി ഒരു അന്നദാന മണ്ഡപം കാണാം. ക്ഷേത്രത്തിൽ നിത്യേന അന്നദാനം നടന്നു വരുന്നുണ്ട്. ആയിരങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വഴിപാട് കൗണ്ടറുകൾ കാണാം. മണ്ഡപത്തിൽ പാട്ടും ഗുരുതി പൂജയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. വടക്ക് വശത്ത് നെടുനീളത്തിൽ ഊട്ടുപുര പണിതിരിക്കുന്നു. 2 നിലകളോടുകൂടിയ ഊട്ടുപുര പുതുക്കി പണിത രൂപത്തിലാണ് ഇന്ന് കാണപ്പെടുന്നത്. പണ്ട് ഇതിന്റെ 2 നിലകളിലും ഊട്ടുണ്ടാകുമായിരുന്നു. ഇന്ന് വിശേഷ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഊട്ടുപുരയുടെ താഴത്തെ നില ക്ഷേത്രം വക ഓഡിറ്റോറിയമായി ഉപയോഗിച്ചു വരുന്നു. ഇതിന് നവരാത്രി മണ്ഡപം എന്നാണ് പേരിട്ടിട്ടുള്ളത്. വിശേഷ ദിവസങ്ങളിൽ ഇവിടെ കലാപരിപാടികൾ നടത്തിവരുന്നു. കീഴ്ക്കാവ് ക്ഷേത്രം. കിഴക്കേ നടയിൽ നിന്ന് 57 കരിങ്കൽ പടികൾ ഇറങ്ങിയാൽ കീഴ്ക്കാവിലെത്താം. കീഴ്ക്കാവിലേക്കുള്ള വഴിയിൽ വടക്ക് ഭാഗത്ത് ഒരു നക്ഷത്രവനം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 27 നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ യഥാക്രമത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഇവിടെ ആരാധന നടത്തുന്നത് വിശേഷമായി കാണപ്പെടുന്നു. വഴിയുടെ തെക്ക് ഭാഗത്ത് ഒരു കൊച്ചു ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. പൂർണ്ണ, പുഷ്കല എന്നീ പത്നിമാർക്കൊപ്പമുള്ള ശാസ്താവാണ് ഇവിടെ. കിഴക്കോട്ട് ദർശനം. ഉപദേവതകളായി ഗണപതി, ഹനുമാൻ, സാളഗ്രാമം എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ഭഗവതിയുടെ അംഗരക്ഷകന്റെ സ്ഥാനമാണ് ഇവിടെ ശാസ്താവൻ നൽകുന്നത്. അതിനാൽ ഉത്സവനാളുകളിൽ ഭഗവതി എഴുന്നള്ളുമ്പോൾ ശാസ്താവ് കൂടെ ഉണ്ടാവും. ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതും എല്ലാം ഇവിടെയാണ്. ഐതിഹ്യപ്രകാരം ഈ ശാസ്താവ് ശങ്കരാചാര്യരുടെ മാതൃകുടുംബം എന്ന നിലയിൽ പ്രസിദ്ധമായ മേൽപ്പാഴൂർ മനയിലാണ് കുടികൊണ്ടിരുന്നത്. മേൽപ്പാഴൂർ മനയിലെ ഒരു വലിയ നമ്പൂതിരി ഒരിക്കൽ ഇവിടെ ദർശനത്തെത്തിയപ്പോൾ ശാസ്താവ് ഇവിടെ കുടികൊള്ളാൻ തീരുമാനിക്കുകയായിരുന്നത്രേ. ഇവിടെ നിന്നൊരൽപ്പം മാറിയാണ് ക്ഷേത്രത്തിലെ വെടിപ്പുര. വെടിവഴിപാട് ഇവിടെ ദേവിക്ക് പ്രധാനമാണ്. ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങിനും വെടിയുണ്ടാവും. ഇവിടെ നിന്ന് ഒരൽപ്പം കൂടി പടികൾ ഇറങ്ങിയാൽ കീഴ്ക്കാവിലെത്താം. 4 ഏക്കറിൽ താഴെ വിസ്തീർണം വരുന്ന ഒരു കൊച്ചു ക്ഷേത്രമാണ് കീഴ്ക്കാവ്. തൊട്ടുമുന്നിൽ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. 2 ക്ഷേത്രങ്ങൾക്കും ഒന്നിച്ചാണ് കുളം. സാമാന്യം വലിപ്പമുള്ള കുളമാണിത്. ഭദ്രകാളിയാണ് കീഴ്ക്കാവിലെ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടുള്ള ദർശനം, ഗുരുതി പൂജ നടക്കുന്നത് ഇവിടെയാണ്. കീഴ്ക്കാവിലമ്മയുടെ ശ്രീകോവിലിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പാലമരമുണ്ട്. അവിടെ ധാരാളം ആണികൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ബാധോപദ്രവക്കാരെ കൊണ്ടുവന്ന ശേഷം അവരെ പിടികൂടിയിരിക്കുന്ന ബാധയെ ദേഹത്ത് നിന്ന് ഒഴിപ്പിക്കുകയും തുടർന്ന് അവയെ സത്യം ചെയ്യിക്കുകയും ചെയ്യുന്ന ചടങ്ങുണ്ട്. ഇതിനുശേഷമാണ് ഇവയെ തളയ്ക്കുന്നത്. പാലമരത്തിൽ ആണിയടിച്ചുകൊണ്ടാണ് ഈ കർമ്മം നടത്തുന്നത്. ഇത്തരം ആണികളാണ് ഈ പാലമരത്തിലുള്ളത്. പാലമരത്തിൽ തന്നെ ധാരാളം കളിപ്പാവകളുടെയും കളിപ്പാടങ്ങളുടെയും രൂപങ്ങൾ കാണാം. ഇവയെ ബാധോപദ്രവത്തിന്റെ സൂചനകളാണ്. ഇതിനടുത്ത് ഒരു അരയാൽ മരമുണ്ട്. ഹൈന്ദവ വിശ്വാസ പ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു. അതായത് അരയാൽ ത്രിമൂർത്തി സ്വരൂപമാകുന്നു. ദിവസവും രാവിലെ അരയാലിനെ 7 വലം വയ്ക്കുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. ശ്രീകോവിൽ. ചതുരാകൃതിയിൽ തീർത്ത ഒരു കൊച്ചു ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. ഒരു നില മാത്രമേ ഇതിനുള്ളൂ. അത് ചെമ്പുമേഞ്ഞ് മുകളിൽ സ്വർണ്ണത്താഴെക്കുടത്തോടെ ശോഭിച്ചു നിൽക്കുന്നു. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിനകത്ത് 3 മുറികളുണ്ട്. അവയിൽ പടിഞ്ഞാറേ അറ്റത്താണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം.
3 അടിയോളം ഉയരം വരുന്ന രുദ്രാക്ഷ ശില നിർമ്മിതമായ സ്വയംഭൂ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ ചോറ്റാനിക്കരയമ്മ വാഴുന്നു. സ്ഥിരമായ ആകൃതിയില്ലാത്ത ഒരു ശിലാഖണ്ഡത്തിൽ ദേവിയെ ആവാഹിച്ചിരിക്കുകയാണ്. അതിൽ സ്വർണ്ണഗോളക ചാർത്തിയിട്ടുണ്ട്. രത്നപീഠത്തിൽ കാലുകൾ രണ്ടും താഴോട്ട് തൂക്കിയിരിക്കുന്ന ചതുർബാഹുവായ ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ. പുറകിലെ വലത് കൈയിൽ ശ്രീചക്രവും പുറകിലെ ഇടത് കൈയിൽ ശംഖും കാണാം. മുന്നിലെ വലത് കൈ ഭക്തരുടെ ദുഃഖങ്ങൾ സ്വീകരിക്കാനായി താഴ്ത്തി വച്ചിരിക്കുന്നു. മുന്നിലെ ഇടത് കൈ കൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്നു. ഈ രൂപത്തിലാണ് ചോറ്റാനിക്കരയമ്മയുടെ രൂപം ചിത്രീകരിച്ചിട്ടുള്ളത്. ദേവീ വിഗ്രഹത്തിനടുത്തായി അതേ ഉയരത്തിൽ മറ്റൊരു ശിലാഖണ്ഡം കാണാം. അത് മഹാവിഷ്ണു സാന്നിധ്യമാണ്. രണ്ടും ഒരേ പീഠത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പം ഇവിടുത്തെ മൂർത്തിക്ക് ഉയർന്നു വരുന്നു. ഇവിടെ എത്തുന്ന ഭക്തർ അമ്മേ നാരായണ, ദേവി നാരായണ എന്നീ മന്ത്രങ്ങളാണ് ജപിക്കാറുള്ളത്. കൂടാതെ ബ്രഹ്മാവ്, ശിവൻ, ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ എന്നിവരും ഈ ശ്രീകോവിൽ കുടികൊള്ളുന്നു. അങ്ങനെ വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് സാക്ഷാൽ ചോറ്റാനിക്കരയമ്മ ലോകമാതാവായി സ്വയംഭൂവായി കുടികൊള്ളുന്നു. സ്വാമി വില്ലുമംഗലം പ്രതിഷ്ഠിച്ച പ്രത്യംഗരാഭാവമുള്ള ശ്രീ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ. രോഗനിവാരണ ദൈവം എന്ന പദവിയും കീഴ്ക്കാവിലമ്മയ്ക്ക് സ്വന്തം. കീഴ്ക്കാവിലമ്മയ്ക്ക് 2 ഭാവങ്ങളുണ്ട്. പ്രത്യംഗരാദേവി എന്നതാണ് 2ാമത്തെ ഭാവം. 1 അടി ഉയരമുള്ള ചതുർബാഹു ഭഗവതി രൂപം പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കുംഭമാസത്തിലെ മകം ദിവസം വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചതാണ് കീഴ്ക്കാവിലമ്മ എന്ന് വിശ്വസിച്ചു വരുന്നു. ദേവിയുടെ പുറകിലെ വലത് കൈയിൽ തൃശൂലവും പുറകിലെ ഇടത് കൈയിൽ ദാരിക ശിരസും മുന്നിലെ വലത് കൈയിൽ ഉടവാളും മുന്നിലെ ഇടത് കൈയിൽ കൈവട്ടകയും കാണാം. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഗുരുതി പൂജ നടക്കുന്നത് ഇവിടെയാണ്. ഗുരുതി വേളയിൽ കാളിയെ അത്യുഗ്രമൂർത്തിയായി പ്രത്യംഗരയായ ഉപാസകർ കാണുന്നു. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായ നരസിംഹത്തിന്റെ കോപത്തെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ ശാന്തനാക്കി നല്ല വഴിയിലേക്ക് നയിക്കാൻ കാലഭൈരവന്റെ തൃക്കണലിൽ നിന്നും അവതരിച്ച പരാശക്തിയാണ് പ്രത്യംഗരാദേവി. കടുത്ത ദുരിതങ്ങൾ പോലും ഈ ഭഗവതിയുടെ അനുഗ്രഹത്താൽ ഇല്ലാതെയാകുമെന്നാണ് വിശ്വാസം. അതിനാൽ മാനസിക പ്രശ്നമുള്ളവരും ലഹരിക്കടിമയായവരും സ്വഭാവ ദൂഷ്യമുള്ളവരും ശത്രുക്കളുടെ ഉപദ്രവം നേരിടുന്നവരും മറ്റും പലവിധ പ്രശ്നങ്ങളുള്ളവരും രോഗികളും ഇവിടെ എത്തി ഗുരുതി പൂജയിൽ പങ്കെടുത്ത് ഭജനമിരിക്കാറുണ്ട്. ഭക്തരെ ഭഗവതി സൽമാർഗത്തിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാത്രി 8:30 ശേഷമാണ് ഇവിടെ ഗുരുതി പൂജ നടക്കാറുള്ളത്. മഹാലക്ഷ്മിയായ മേൽക്കാവിലമ്മയ്ക്കൊപ്പമാണ് ശ്രീ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ. ശ്രീദേവിയോടൊപ്പം സ്വയംഭൂവായി അവതരിച്ച ഭഗവാന്റെ രൂപം കൃഷ്ണശിലയിലാണ്. 3.5 അടിയിലധികം ഉയരമുള്ള ഈ വിഗ്രഹത്തിന് വ്യക്തമായ ആകൃതിയില്ല. എന്നാൽ ശംഖചക്ര പത്മധാരിയായ ഭാവത്തിലുള്ള ഭഗവാന്റെ ഒരു ഗോളകം ഇതിന് ചേർത്തിയിട്ടുണ്ട്. പാൽപായസം, തൃക്കൈവെണ്ണ, വിഷ്ണു സഹസ്രനാമാർച്ചന, തുളസിമാല തുടങ്ങിയവയാണ് ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ. ഇവിടെ പ്രധാന വഴിപാട് ക്ഷേത്രസന്നിധിയിൽ താമസിച്ച് ഭജനം പാർക്കുക എന്നത് തന്നെയാണ്. പലരും കുറഞ്ഞത് 3 ദിവസമൊക്കെയാണ് ഇങ്ങനെ കഴിയുന്നത്. ചിലവ് കുറഞ്ഞ താമസ സൗകര്യം ദേവസ്വം ബോർഡ് ലഭ്യമാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനവും പ്രസാദവൂട്ടും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 വഴിപാടുകൾ ഗുരുതി പൂജയും മണ്ഡപത്തിൽ പാട്ടുമാണ്. കീഴ്ക്കാവിൽ നടത്തുന്ന വിശേഷാൽ വഴിപാടാണ് ഗുരുതി പൂജ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേൽക്കാവിലെ അത്താഴപൂജയ്ക്ക് ശേഷം നടത്തി വരുന്നതാണ് ഈ വഴിപാട്. പണ്ട് കാലത്ത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രം നടത്തിയിരുന്ന ഈ വഴിപാട് ഇപ്പോൾ ദിവസവും നടന്നു വരുന്നു. അത്യുഗ്രരൂപിണിയായ കീഴ്ക്കാവിലമ്മയെ പ്രീതിപ്പെടുത്തലാണ് ഇതിന്റെ ലക്ഷ്യം. മണ്ഡപത്തിൽ പാട്ട് മറ്റുള്ള പല വഴിപാടുകളും കൂടിച്ചേർന്ന ഒരു പ്രത്യേകതരം വഴിപാടാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ നടക്കുന്ന പാട്ടാണ് പ്രധാന ഇനമെങ്കിലും ഇതിനൊപ്പം തന്നെ ഗുരുതി പൂജ, യഥാശക്തി അന്നദാനം, ഉദയാസ്തമന പൂജ, നിറമാല, ചുറ്റുവിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തേണ്ടി വരും. പാട്ട് നടക്കുന്ന ദിവസം മണ്ഡപം ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ടാവും. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ഹൈന്ദവർ വിശ്വസിക്കുന്ന അന്നദാനം ഇവിടെ ദിവസവും നടന്നു വരുന്നു. ഇതിനുവേണ്ടി മാത്രം ഒരു പ്രത്യേക മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട്. അന്നദാനത്തിന് പണം തരുന്നവർക്ക് കാൽ ഫലവും അത് നടത്തുന്നവർക്ക് പകുതി ഫലവും അതിൽ പങ്കെടുക്കുന്നവർക്ക് പൂർണ്ണ ഫലവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. ഭജനമിരിക്കാൻ നിരവധി ആളുകൾ വരാറുണ്ട്. വിശേഷിച്ചും മാനസികാസ്വാസ്ഥ്യമുള്ളവർ ഭജനമിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭജനം തുടങ്ങുന്നതിന് തലേ ദിവസം തന്നെ വന്ന് ദർശനം നടത്തേണ്ടതും ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളിലും പങ്കുകൊള്ളേണ്ടതുമാണ്. 3, 5, 7, 12 തുടങ്ങിയ ദിവസങ്ങളിലാണ് ഭജനമിരിക്കേണ്ടത്. ഭജനമിരിക്കുന്ന കാലയളവിൽ ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഉത്സവകാലത്ത് ഭജനം പാടില്ല. ഭഗവതിക്കും പട്ടും താലിയും ചാർത്തുന്നത് മറ്റൊരു പ്രധാന വഴിപാടാണ്. മംഗല്യ ഭാഗ്യമാണ് ഇതിന്റെ ഉദ്ദേശം. നെയ്പായസം, കടുംപായസം, കൂട്ടുപായസം തുടങ്ങിയവ ഓരോ പൂജയ്ക്കും ഭഗവതിക്ക് നേദിക്കാറുണ്ട്. എന്നാൽ പ്രധാന നിവേദ്യം ചതുശ്രുതം എന്ന പേരുള്ള ഒരു പായസമാണ്. വിഷ്ണുവിന് പ്രധാനം പാൽപായസം തന്നെ. കൂടാതെ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണാറുള്ളത് പോലെ വിവിധ മന്ത്രങ്ങൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലികൾ, ചന്ദനം ചാർത്ത്, ആയുധ സമർപ്പണം, വിവാഹം, ചോറൂണ്, തുലാഭാരം തുടങ്ങിയവ ഇവിടെയുമുണ്ട്.
നാഗദൈവങ്ങൾക്ക് എല്ലാ ദിവസവും 100 പാലും നേദിക്കാറുണ്ട്. എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ നാഗപൂജയും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും സർപ്പപ്പാട്ടും ഉണ്ടാകും. യക്ഷിക്ക് പ്രധാന നിവേദ്യം ഭഗവതിയുടെ ഉച്ഛിഷ്ടമാണ്. വിഘ്നേശ്വര പ്രീതിക്കായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടന്നു വരുന്നു. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കലും എള്ളു പായസവുമാണ് പ്രധാന വഴിപാട്. ശിവന് ധാര, രുദ്രാഭിഷേകം, മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയവ പ്രധാന വഴിപാടുകളാണ്. വെടി വഴിപാടാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട്. കൊടിയേറ്റുത്സവവും മകം, പൂരം തൊഴിലുകളുമാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷങ്ങൾ. കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി ഉത്രനാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന കൊടിയേറ്റുത്സവം, അതിനോടനുബന്ധിച്ചുള്ള മകം, പൂരം തൊഴിലുകളും ത്വജാതി മുറയ്ക്കനുസരിച്ചുള്ള ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. 9 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഉത്സവത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ശുദ്ധിക്രിയകൾ നടത്തുന്നു. രോഹിണി നാളിൽ രാത്രിയിലാണ് കൊടിയേറ്റം നടക്കുന്നത്. തുടർന്നുള്ള 9 ദിവസം ചോറ്റാനിക്കര ക്ഷേത്രം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിയും. ധാരാളം താന്ത്രിക ചടങ്ങുകളും കലാപരിപാടികളും ഈ ക്ഷേത്രത്തിൽ അരങ്ങേറുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയെഴുന്നള്ളിപ്പുകളും ആറാട്ടുമാണ്. കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്ത് നിത്യേന ആറാട്ടുണ്ടാകാറുണ്ട്. ചോറ്റാനിക്കരയിൽ ഇത് പതിവാണ്. കൊടിയേറ്റത്തിന് മുമ്പും ഇവിടെ ആറാട്ടുണ്ടാകും. ഉത്സവ നാളുകളിൽ ഭഗവതി അംഗരക്ഷകന്റെ സ്ഥാനം അലങ്കരിക്കുന്ന ധർമ്മശാസ്താവിനോടൊപ്പം പരിസരത്തെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും എഴുന്നള്ളുന്നു. വീട്ടുകാരും നാട്ടുകാരും നിറവറയും നിലവിളക്കുമായി ഭഗവതിയെയും ശാസ്താവിനെയും സ്വീകരിക്കുന്നു. എല്ലായിടത്തും ഇറക്കി പൂജയും ഉണ്ടാകും. മകം, പൂരം ദിവസങ്ങൾക്ക് ശേഷം ഉത്രനാളിൽ അടുത്തുള്ള മുരിയമംഗലം ക്ഷേത്രക്കുളത്തിൽ നടക്കുന്ന വലിയ ആറാട്ടിന് ശേഷം കൊടിയിറക്കുന്നു. അത്തനാളിൽ കീഴ്ക്കാവിൽ വലിയ ഗുരുതിയും നടത്തുന്നതോടെ ഉത്സവം പരിസമാപ്തിയിലെത്തുന്നു. ഉത്സവത്തിനിടയിലെ 7ാം ദിവസമാണ് പ്രസിദ്ധമായ മകംതൊഴൽ. വില്ലുമംഗലം സ്വാമിയാർ കീഴ്ക്കാവിലമ്മയെ പ്രതിഷ്ഠിച്ചതും അദ്ദേഹത്തിന് ലക്ഷ്മീനാരായണ ദർശനമുണ്ടായതും എന്നും പറയപ്പെടുന്ന ഈ പുണ്യദിനത്തിൽ പ്രഭാത പൂജകൾ കഴിഞ്ഞ് നടയടച്ചാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ നട തുറക്കും. വില്ലുമംഗലത്തിന് ദർശനം നൽകിയ ഭാവത്തിലാണ് അന്ന് ദർശനം. മകം തൊഴുന്നത് സർവ്വമംഗളകരമാണെന്നാണ് വിശ്വാസം. സർവാഭരണ വിഭൂഷിതയായ ദിവ്യവസ്ത്രങ്ങളും ദിവ്യായുധങ്ങളും ധരിച്ചു നിൽക്കുന്ന ഭഗവതിയെ ദർശിച്ച് അന്ന് ഭക്തർ തൃപ്തിയടയുന്നു. ഈ സമയത്ത് ഭക്തരുടെ പ്രത്യേകിച്ച് വൻ തിരക്കായിരിക്കും ഉണ്ടാകുക. ആപത്തിൽ നിന്നും രക്ഷയും ഐശ്വര്യവുമാണ് ഫലം. മകത്തിന് പിറ്റേന്ന് പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസവും അതിവിശേഷമാണ്. പൂരം തൊഴൽ പുരുഷന്മാർക്ക് ഐശ്വര്യകരമാണെന്നാണ് വിശ്വാസം. അന്ന് ചോറ്റാനിക്കരയ്ക്ക് സമീപത്തുള്ള മറ്റ് ക്ഷേത്രങ്ങളിലെ മൂർത്തികളെല്ലാവരും ചോറ്റാനിക്കരയിൽ എഴുന്നള്ളുന്നു. ഇവരെല്ലാവരും ഒന്നിച്ച് നിരവധി ഗജവീരന്മാരോടൊപ്പമുള്ള പൂരം എഴുന്നള്ളത്ത് വിശേഷമാണ്. അതിനാൽ പൂരം തൊഴുന്നത് മകം പോലെ തന്നെ സർവ്വമംഗളകരമാണ്. ചോറ്റാനിക്കര അമ്മ, കീഴ്ക്കാവ് ഭദ്രകാളി, ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ധർമ്മശാസ്താവ്, കുഴിയേറ്റ് ശിവൻ, തുളുവൻ കുളങ്ങര മഹാവിഷ്ണു, ഓണക്കുറ്റിച്ചിറ ഭഗവതി, എടാട്ട് ഭഗവതി, കർത്തക്കാട്ട് ഭഗവതി എന്നിവരാണ് ഈ എഴുന്നള്ളത്തിൽ അണിനിരക്കുന്നത്. കന്നിമാസത്തിൽ വെളുത്ത പ്രഥമ മുതലുള്ള 9 ദിവസങ്ങളാണ് നവരാത്രിയായി ആചരിച്ചു വരുന്നത്. രാജ്യമെമ്പാടും വിവിധ രൂപങ്ങളിൽ ആചരിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ സരസ്വതി പൂജയായിട്ടാണ് ആചരിച്ചു വരുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷമാണെങ്കിലും ദേവീ ക്ഷേത്രങ്ങളിലാണ് കൂടുതലും നവരാത്രി ആചരിച്ചു വരുന്നത്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ഭഗവതി ക്ഷേത്രമായ ചോറ്റാനിക്കരയിൽ നവരാത്രിയിൽ 9 ദിവസവും അതീവ വിശേഷമാണ്. ഈ ദിവസങ്ങളിൽ ഭഗവതി ദർശനം ഐശ്വര്യകരമാണ് എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിന്റെ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാവും. നവരാത്രി ഉത്സവത്തിനിടയിൽ ദുർഗാഷ്ടമി നാളിൽ നടന്നു വരുന്ന പവിഴമല്ലിത്ര മേളം പ്രസിദ്ധമാണ്. മണ്ഡലകാലത്ത് തന്നെയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ഉത്സവമായ തൃക്കാർത്തിക വരുന്നത്. ഭഗവതിയുടെ ജന്മദിനമായി കണക്കാക്കപ്പെടുന്ന തൃക്കാർത്തിക കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിലെല്ലാം വിശേഷ ദിവസമാണ്. ചോറ്റാനിക്കരയിൽ ഇത് 3 ദിവസത്തെ ആഘോഷമാണ്. പ്രധാന ദിവസമായ കാർത്തിക കൂടാതെ അടുത്ത ദിവസങ്ങളിലും, അതായത് രോഹിണി, മകയിരം ഇത് ആഘോഷിച്ചു വരുന്നു. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാവും. തൃക്കാർത്തിക ദിവസം രാവിലെ അഖണ്ഡനാമ ജപവും തുടങ്ങുന്നു. ഉച്ചയ്ക്ക് ഭക്തർക്ക് പിറന്നാൾ സദ്യ നൽകുന്നു. അന്ന് സന്ധ്യയ്ക്കാണ് കാർത്തിക വിളക്ക്. ക്ഷേത്രത്തിലെ ദീപസ്തംഭങ്ങളും വിളക്കുമാടവും ദീപമാലകളാൽ അലങ്കൃതമാകുന്നു. ഇതേ സമയത്ത് ക്ഷേത്രമതിലകത്ത് പലയിടത്തും ചിരാതുകൾ കത്തിച്ചു വച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് ദീപാരാധന വിശേഷമാണ്. മറ്റ് പ്രധാന ദിവസങ്ങൾ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും, എല്ലാ മലയാള മാസവും 1-ാം തീയതിയും, എല്ലാ മാസവും കാർത്തിക, മകം നക്ഷത്രങ്ങൾ തുടങ്ങിയവയും ക്ഷേത്രത്തിൽ അതിവിശേഷമായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്കുണ്ടാകാറുണ്ട്. ശിവന് തിങ്കളാഴ്ച പ്രദോഷവ്രതം, ശിവരാത്രി തുടങ്ങിയ അവസരങ്ങളിൽ വിശേഷാൽ പൂജകൾ ഉണ്ടാകാറുണ്ട്. ഗണപതിക്ക് വിനായക ചതുർത്ഥി ദിവസം ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഉണ്ടാകാറുണ്ട്. നാഗദൈവങ്ങൾക്ക് എല്ലാ മാസവും ആയില്യ നക്ഷത്രത്തിൽ വിശേഷാൽ പൂജകളും കന്നിമാസ ആയില്യത്തിന് സർപ്പബലിയും പതിവാണ്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ ഉടലെടുത്ത പ്രശസ്തവും വ്യത്യസ്തവുമായ ഭഗവതി സ്തുതിയാണ് അമ്മേ നാരായണ. ഈ സ്തുതിയിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒരുമിച്ച് വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അമ്മേ എന്നത് ഭഗവതി സ്തുതിയും നാരായണ എന്നത് മഹാവിഷ്ണുവിന്റെ സ്തുതിയുമാണ്.
ചോറ്റാനിക്കരയിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകത ഉണ്ടായതാണ് ഈ സ്തുതി. മേൽക്കാവിൽ ലക്ഷ്മി നാരായണനാണ് സങ്കല്പം. ഭഗവതി പ്രതിഷ്ഠയുടെ വലതുവശത്തെ കൃഷ്ണശിലയിൽ തീർത്ത ചെറിയ മഹാവിഷ്ണു പ്രതിഷ്ഠയുമുണ്ട്. ഇതിനാൽ രണ്ടുപേരെയും കൂടി ചേർത്താണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് പറയുന്നത് ചോറ്റാനിക്കരയിലെ ഭക്തർ സ്തുതിക്കുന്നത്. എറണാകുളത്ത് നിന്നും 15 കിലോമീറ്റർ ദൂരത്തായാണ് ചോറ്റാനിക്കര ക്ഷേത്രം. എറണാകുളം നഗരപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. കൊച്ചി നഗരത്തിൽ നിന്ന് ധാരാളം ബസ്സുകൾ ഇവിടേക്ക് സർവീസ് നടത്താറുണ്ട്. ഏറ്റവും അടുത്തുള്ള തീവണ്ടി നിലയം ചോറ്റാനിക്കര റോഡാണ്. എന്നാൽ ഇവിടെ കോട്ടയം വഴിയുള്ള മെമു പാസഞ്ചർ ട്രെയിനുകൾ മാത്രമേ നിർത്താറുള്ളൂ. അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ, SN ജംഗ്ഷൻ, മെട്രോ സ്റ്റേഷൻ എന്നിവയാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളായ എറണാകുളം സൗത്ത്, നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളുടെ പരിസരത്ത് നിന്നും ഇവിടേക്ക് ബസ് സർവീസ് ലഭ്യമാണ്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം എറണാകുളം നേവൽ വിമാനത്താവളവും നെടുമ്പാശ്ശേരിയിലേക്കുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ദൂരമുണ്ട്. ചോറ്റാനിക്കര അമ്പലത്തിന് അടുത്ത് തന്നെ ഉള്ള പ്രധാന ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ ക്ഷേത്രം, ഏതാണ്ട് 6 കിലോമീറ്റർ അകലെ 20 മിനിറ്റ് യാത്ര. എറണാകുളം ശിവക്ഷേത്രം 15 കിലോമീറ്റർ അകലെ ഏതാണ്ട് 47 മിനിറ്റ് യാത്ര. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ചോറ്റാനിക്കരയിലേക്ക് ഏകദേശം 27 കിലോമീറ്റർ ഉണ്ട്. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ചോറ്റാനിക്കരയിലേക്ക് 31 കിലോമീറ്റർ ദൂരമുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ചോറ്റാനിക്കരയിലേക്ക് ഏതാണ്ട് 46 കിലോമീറ്റർ ദൂരമുണ്ട്. ഗുരുവായൂരിൽ നിന്നും ചോറ്റാനിക്കരയിലേക്ക് 94 കിലോമീറ്റർ ഉണ്ട്.